ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6 ക്ലാസ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ ഒരു ദിവസം നൽകുന്നത് കേട്ടോ. അപ്പോൾ ഈ കൃത്യമായിട്ട് 6 ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചില സമയത്തൊക്കെ നോട്ടിഫിക്കേഷൻ വരാത്ത പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഓരോ വീഡിയോസും വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ടെലിഗ്രാം വഴി ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. സോ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ ക്ലാസ്സിൻ്റെ ടൈം ഒന്ന് പറയാം. കാലത്ത് 6 മണിക്കൊരു ക്ലാസ് ഉണ്ട്. പുതുതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. കാലത്ത് 6 മണിക്കൊരു ക്ലാസ് ഉണ്ട്, 9 മണിക്കൊരു ക്ലാസ് ഉണ്ട്, 12 മണിക്കൊരു ക്ലാസ് ഉണ്ട്, 3 മണിക്കൊരു ക്ലാസ് ഉണ്ട്, രാത്രി 8 മണിക്ക്, പിന്നെ 10:30. ഇങ്ങനെയാണ് 6 ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ അതിൽ 6 മണിയുടെയും 9 മണിയുടെയും 12 മണിയുടെയും ക്ലാസ് എന്ന് പറയുന്നത് ടോപ്പിക് വൈസ് ക്ലാസ് ആണ്. SCRT NCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൻ്റെ ക്ലാസ്സും രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. അതും നമ്മൾ കാലത്ത് പഠിക്കുന്ന GK പോർഷൻസ്, ആ ഭാഗത്തു നിന്നും PSC ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കലാകായികം, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്ന ഭാഗം കൂടെ പഠിച്ചു പോകുന്നുണ്ട്. ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക. ക്ലാസ്സൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ സിനോണിംസ് അല്ലേ, 50 സിനോണിംസ് കോഡ് യൂസ് ചെയ്ത് പഠിച്ചല്ലോ, ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. ഇന്നത്തെ ക്ലാസ്സിൽ ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള PSC സ്ഥിരം ചോദിക്കുന്ന ആന്റണിംസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ആന്റണിംസ് യൂസിങ് കോഡ് തന്നെയാണ് കേട്ടോ. കോഡിലൂടെ എളുപ്പത്തിൽ എങ്ങനെ ഓർത്ത് വയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആന്റണിംസിൻ്റെ ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ വേർഡ് അഫ്ലുവൻസ്. അഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? സമ്പത്ത് എന്നാണ് മീനിങ് അഫ്ലുവൻസ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? പോവേർട്ടി ആണ്, ദാരിദ്ര്യം. ഇനി നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഫ്ലുവൻറ്റ് എന്നുള്ളത് നിങ്ങൾ എടുക്കുക, ഫ്ലുവൻറ്റ് കേട്ടോ. അപ്പോൾ ഈ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ സാധാരണ കുറച്ച് റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. അങ്ങനെ ഒരു വിചാരം ഉണ്ടല്ലേ നമുക്കൊക്കെ. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ റിച്ച് ആയിട്ടുള്ള ആളുകൾ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പോൾ കുറച്ച് പോവേർട്ടിയൊക്കെ ഉള്ള ആളുകളോ ദാരിദ്ര്യമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അധികം ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അഫ്ലുവൻസ്, പോവേർട്ടി ഓർക്കാലോ. അപ്പോൾ എന്തിനാ ഈ ഇല്ല എന്നുള്ള രീതിക്ക് എടുത്തത്? ആന്റണിമ എന്ന് അറിയാനാണ് കേട്ടോ. അപ്പോൾ പോവേർട്ടി ഉള്ള ആളുകൾ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കില്ല. അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആന്റണിമാണ് എന്ന് മനസ്സിലാക്കാനുള്ളതാണ്. ഇല്ല, നോ എന്ന് പറയുന്ന ഒരു ഇൻറ്റു ക്രോസ് ചിഹ്നം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പോവേർട്ടി ഉള്ള ആളുകൾ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കില്ല എന്ന രീതിയിൽ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അഫ്ലുവൻസിൻ്റെ ആന്റണിം എന്താണ്? പോവേർട്ടി. കിട്ടിയോ? അടുത്തത് അക്വിറ്റ്. അക്വിറ്റ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? കുറ്റവിമുക്തൻ എന്നാണ്. കുറ്റവിമുക്തൻ. അപ്പോൾ കൺവിക്റ്റ് എന്താ? കൺവിക്റ്റ് കുറ്റവാളിയാണ് അല്ലേ. അപ്പോൾ അക്വിറ്റും കൺവിക്റ്റും എങ്ങനെ നമുക്ക് ആന്റണിമാന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറ്റും? ഇവിടെ അക്വിറ്റ് എന്നാണ് അല്ലേ. അപ്പോൾ ക്വിറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഇവിടെ കണ്ണ് എന്നുണ്ട് അല്ലേ, കൺവിക്റ്റ് എന്നുണ്ട്. അപ്പോൾ ഈ കണ്ണ്, നമ്മളിപ്പോൾ ആരെങ്കിലും ഒരാളെ നോക്കിയിട്ട് നമ്മൾ കണ്ണ് വെച്ചു എന്ന് വിചാരിക്കാം. ജസ്റ്റ് നമ്മൾ പറയില്ലേ, ഞാൻ അയാളെ കണ്ണ് വെച്ചു കേട്ടാ അല്ലേ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും നമ്മൾ കണ്ണ് വെച്ചു എന്ന് വിചാരിക്കാം. പിന്നെ അവിടെ നമ്മൾ നിൽക്കാൻ പാടോ? ഇല്ല, നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവണം അല്ലേ. നമ്മൾ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കുക കേട്ടോ. അക്വിറ്റും കൺവിക്റ്റും എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറയുകയാണ്. ആരെങ്കിലും നമ്മൾ കണ്ണ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നിന്ന് ക്വിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കുക. അക്വിറ്റ് കൺവിക്റ്റ് ആണ്. ഓക്കെ, ഓപ്പോസിറ്റ് മീനിങ്. അടുത്തത് സെലിബസി. സെലിബസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബ്രഹ്മചര്യം എന്നാണ് കേട്ടോ മീനിങ്. സെലിബസി എന്താണ്? ബ്രഹ്മചര്യം. നമ്മൾ സിനോണിമിൻ്റെ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ അത് തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കണക്ഷൻ ഞാൻ ഇവിടെ പറഞ്ഞു തരാം. സെലിബസി, ബ്രഹ്മചര്യ. അപ്പോൾ അതിൻ്റെ മീനിങ് ഓപ്പോസിറ്റ് മീനിങ് എന്താ? വെഡ്ലോക്ക് അല്ലെങ്കിൽ മാരേജ് ആണ്, വിവാഹബന്ധം എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഇത് ആന്റണിം എങ്ങനെ ഓർക്കാൻ വേണ്ടി പറ്റും? ഇപ്പോൾ സെലിബസി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, അതേ ഇത് തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. പക്ഷെ അവിടെ നമ്മൾ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഓർക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഞാൻ അവിടെ സെലിബസി ഞാൻ എന്താ പറഞ്ഞേ? സെലിബ്രിറ്റീസിന് വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് ഓർക്കാൻ പറഞ്ഞല്ലേ. അത് ശരിക്കും നമ്മുടെ ആന്റണിമിന് പറ്റിയൊരു കോഡാണ് അല്ലേ. സെലിബ്രിറ്റീസിന് വിവാഹം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് സെലിബസി, മാരേജ് ഒരു ആന്റോണിമാണ് എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പോൾ അവിടെ നമ്മൾ സിലബസിക്ക് വേണ്ടിയിട്ട് 1-2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു കോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
സെലിബസി എന്ന് പറയുമ്പോൾ നമുക്ക് സെലിബ്രേറ്റ് എടുക്കാം. പിന്നെന്താ അൺമാരീഡ് ലൈഫ് അല്ലേ നമ്മൾ സിനോണിം പഠിച്ചത്. അപ്പോൾ അൺമാരീഡ് ലൈഫ് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു കോഡായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് പഠിക്കാവുന്നതാണ് സിനോണിം പഠിക്കാനായിട്ട്. അപ്പോൾ ആന്റണിം പഠിക്കാനായിട്ട് നമ്മുടെ കോഡ് എടുക്കാം. എന്താ സെലിബ്രിറ്റീസിന് മാരേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇല്ല എന്നുള്ളത് എന്തായിട്ട് എടുക്കാം, നമുക്ക് ആന്റണിയുമായിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ ആ രീതിക്ക് ഓർക്കാം. അടുത്തത് എക്സ്ട്രാ വേജന്റ്. എക്സ്ട്രാ വേജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ധൂർത്തടിക്കുക, ധാരാളിത്തം. ഓക്കെ, ധൂർത്തടിക്കുക എന്നുള്ള മീനിങ് ആണ് ധൂർത്ത്. ഓക്കെ, അതാണ് എക്സ്ട്രാ വേജന്റ്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, മിസർലി. മിസർലി എന്ന് പറയുമ്പോൾ എന്താ, പിശുക്കൻ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഓർക്കാൻ വേണ്ടി പറ്റും, ഇത് നമുക്ക് ആ വേർഡ്സിൽ നിന്ന് തന്നെ കിട്ടും. അതായത് ഈ ധൂർത്തടിക്കുന്ന ആളുകളുണ്ടല്ലോ, ധാരാളിത്തം കാണിക്കുന്നവർ, എന്ത് സാധനമാണെങ്കിലും കുറേ എക്സ്ട്രാ വാങ്ങിച്ചു വെക്കും. അത് വേണ്ടതാണോ വേണ്ടാത്തതാണോ അല്ലേ, ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കില്ല, കുറേ സാധനങ്ങൾ എക്സ്ട്രാ അങ്ങനെ വാങ്ങിച്ചു വെക്കും. അതാണ് എക്സ്ട്രാ വേജന്റ്, അങ്ങനെ ഓർക്കാം. എന്നാൽ പിശുക്കന്മാരാണെങ്കിലോ 100 സാധനം വാങ്ങിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പകുതിയെ വാങ്ങിക്കുള്ളൂ. പകുതി സാധനങ്ങൾ എന്താ മിസ്സായി പോകും. എന്തുകൊണ്ടാ, പിശുക്കുകാരനെ. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ജസ്റ്റ് ഓർത്താൽ മതി. അപ്പം എക്സ്ട്രാ വേജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൂർത്താണ്. അതെങ്ങനെ ഓർക്കാം, ധൂർത്തന്മാർ എന്ത് സാധനമാണെങ്കിലും അത് എക്സ്ട്രാ വാങ്ങിക്കുന്നു ഓർക്കാം. ഇനി മിസർലി, പിശുക്കനെ എങ്ങനെ ഓർക്കാം, പിശുക്കന്മാർ എല്ലാ സാധനങ്ങളും മിസ് ചെയ്തിട്ടല്ലേ വാങ്ങിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഓർക്കാം. അപ്പം എക്സ്ട്രാ വേജന്റിന്റെ ആന്റണിം ഏതാണ്, മിസർലി ആണ്. മിസർലി കിട്ടിയോ. അടുത്തത് ഫിക്കിൾ. ഫിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥിരമായത് എന്നാണ് മീനിങ് കേട്ടോ. ഫിക്കിൾ എന്താണ്, അസ്ഥിരമായത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ഫിക്കിളിൻ്റെ ഓപ്പോസിറ്റ് എന്താ, കോൺസ്റ്റൻ്റ്, സ്ഥിരമായത് എന്നുള്ള മീനിങ്. അപ്പോൾ ഇത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ഫിക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ പിക്കിളായിട്ട് എടുക്കാം. പിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അച്ചാർ. അപ്പോൾ ഈ പിക്കിളൊക്കെ നമുക്ക് ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് കഴിക്കുന്നത് നല്ലതാണോ, നല്ലതല്ല അല്ലേ. നല്ലതല്ല എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഒരു ഓപ്പോസിറ്റ് മീനിങ് കിട്ടുന്നില്ലേ. അപ്പോൾ അവിടെ നമുക്കത് ആന്റോണിയുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഫിക്കിൾ എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താ, കോൺസ്റ്റൻ്റ്. ഓക്കെ, അടുത്തത് ഹോമേജ്. ഹോമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആരാധിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ഡിഫിയൻസ്, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ഡിഫിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാദരവ് പ്രകടിപ്പിക്കുക. അനാദരവ് പ്രകടിപ്പിക്കുക, അതാണ് ഡിഫിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആന്റണിം എങ്ങനെ കണക്ട് ചെയ്യാം, ഹോമേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ വേർഡ് വെച്ച് ജസ്റ്റ് കണക്ട് ചെയ്യാം. നമ്മുടെ ഹോമിലോട്ട് ഏജ് ഉണ്ട് അല്ലേ. അപ്പോൾ കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകൾ വരികയാണ്. ഹോമിലോട്ട് കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അവരെ ഫിനാൻസ് കൊടുക്കാതിരിക്കരുത്. അവർക്ക് ഫിയാൻസ് എന്നുള്ളത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഫിനാൻസ് നമ്മൾ ചിലപ്പോൾ വയസ്സായ ആളുകളൊക്കെ വരുമ്പോൾ നമ്മൾ പൈസയൊന്നും കൊടുക്കാതെ തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് അവരെ അനാദരിക്കലാവില്ലേ അല്ലേ. ആ ഒരു രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. ഹോമിലോട്ട് ഏജുള്ള ആളുകൾ വരുമ്പോൾ ഫിനാൻസ് കൊടുക്കാതിരിക്കരുത്. ഓക്കെ, അതാണ് ആ ആന്റണിമാണ് എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹോമേജ്, ഡിഫിയാൻസ്. ഓക്കെ, കിട്ടുമല്ലോ. അടുത്തത് റെക്ലെസ്. റെക്ലെസിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കോഷ്യസ് ആണ് കേട്ടോ. കോഷ്യസ്. അപ്പോൾ റെക്ലെസ് എന്താണ്, കോഷ്യസ് ആണ്. ഇനി ഇത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് റെക്ലെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് നെക്ലസുമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യാം. ഓക്കെ, റെക്ലെസ് എന്ന് പറയുമ്പോൾ നെക്ലസ് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാലോ. അപ്പോൾ ഈ നെക്ലസ് ഒക്കെ നമ്മൾ കഴുത്തിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിട്ടിരിക്കണം അല്ലേ, ഇല്ലെങ്കിൽ അത് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോവില്ലേ. അപ്പോൾ ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ. നെക്ലസ് ഒക്കെ നമ്മൾ കഴുത്തിലിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കണം, ഇല്ലെങ്കിൽ അത് ആരെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് പോകും എന്നുള്ള രീതിയിലാണ്. റെക്ലെസിൻ്റെ ഓപ്പോസിറ്റ് എന്താ, കോഷ്യസ് ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഈ റെക്ലെസിൻ്റെ മീനിങ് എന്താണെന്നറിയോ, ശ്രദ്ധയില്ലാതെ എന്നുള്ളൊരു മീനിങ് ആണ്. കോഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ജാഗ്രതയോടെ. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്യാം. ഇനി സ്റ്റാഗ്നന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നിശ്ചലമായ എന്നുള്ളതാണ്. സ്റ്റാഗ്നന്റ് വാട്ടർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, നിശ്ചലമായ അല്ലെങ്കിൽ കെട്ടി നിൽക്കുന്ന എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ് സ്റ്റാഗ്നന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് മൂവിങ് ആണ്. മൂവിങ്, ചലിക്കുന്ന എന്നുള്ളതാണ് മൂവിങ്. അപ്പോൾ സ്റ്റാഗ്നന്റ്, മൂവിങ്, ഇത് നമുക്ക് അറിയുന്നതാണ് അല്ലേ, സ്റ്റാഗ്നന്റും മൂവിങ്ങും. അടുത്തത് ടെഡിയസ് ആണ് കേട്ടോ. ടെഡിയസ് എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് റിലാക്സ്ഡ് ആണ്. റിലാക്സ്ഡ്. അപ്പോൾ ടെഡിയസ്, റിലാക്സ്ഡ് എങ്ങനെ നമുക്ക് ഓർക്കാം. ഈ ടെഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താണെന്നറിയോ, ക്ഷീണിപ്പിക്കുന്ന എന്നുള്ളതാണ് കേട്ടോ. ക്ഷീണിപ്പിക്കുന്ന. റിലാക്സ്ഡ് എന്താണ്, വിശ്രമിക്കുന്ന. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടെഡിയസ് എന്ന് പറയുമ്പോൾ നമുക്ക് ടെഡി ബിയറിന് ഓർത്തൂടെ. അപ്പോൾ ഈ ടെഡി ബിയർ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് റിലാക്സ് ചെയ്ത് ഉറങ്ങാൻ പറ്റത്തില്ല എന്ന് ഓർക്കാം. പറ്റത്തില്ല, അപ്പോൾ അവിടെ ആന്റണിയുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ടെഡി ബിയർ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് റിലാക്സ് ചെയ്ത് ഉറങ്ങാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ടെഡിയസ് എന്താണ്, റിലാക്സ്ഡ് ആണ് അതിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, അടുത്തത് ബാർബറസ്.
ബാർബറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികൃതമായ എന്നുള്ളതാണ് കേട്ടോ. ഒരു വൃത്തിയില്ലാത്ത, വികൃതമായ എന്നുള്ളൊരു മീനിങ് ആണ് ബാർബറസ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സിവിലൈസ്ഡ്. സിവിലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, പരിഷ്കൃതം ആയിട്ടുള്ളത് എന്നതൊക്കെയാണ് സിവിലൈസ്ഡ് എന്നുള്ളത്. സിവിലൈസ്ഡ് ലുക്ക് എന്നൊക്കെ പറയത്തില്ലേ. ഓക്കെ, അപ്പോൾ ബാർബറസിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, സിവിലൈസ്ഡ്. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ഓർക്കാൻ വേണ്ടി പറ്റും. ബാർബറസ് എന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ബാർബർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, മുടിയൊക്കെ വെട്ടുന്നത്. അപ്പോൾ ബാർബർ ഷോപ്പിലൊക്കെ പോവാതിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സിവിലൈസ്ഡ് ലുക്ക് ഉണ്ടാവുമോ, ഇല്ല അല്ലേ. അപ്പോൾ അത് അങ്ങനെ തന്നെ ഓർക്കാം. ബാർബർ ഷോപ്പിലൊന്നും പോയില്ലെങ്കിൽ നമുക്ക് സിവിലൈസ്ഡ് ലുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് ആന്റണിം ആണ് എന്ന് ഓർക്കാലോ. ഓക്കെ, അപ്പോൾ ബാർബർ ഷോപ്പിൽ പോയില്ലെങ്കിൽ നമുക്കൊരു സിവിലൈസ്ഡ് ലുക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആന്റണിം ആണെന്ന് കിട്ടി. അടുത്തത് നോവിസ്. നോവിസിന്റെ ഓപ്പോസിറ്റ് വെറ്ററൻ ആണ് കേട്ടോ. നോവിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഎക്സ്പീരിയൻസ്ഡ് പേഴ്സൺ എന്നാണ് മീനിങ്. ഇൻഎക്സ്പീരിയൻസ്ഡ് പേഴ്സൺ. അപ്പോൾ ഇൻഎക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആണ് നോവിസ്. വെറ്ററൻ എന്തായിരിക്കും അപ്പോൾ, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് ഇല്ല എന്നുള്ള മീനിങ് ഒന്നും വരുന്നില്ല. ജസ്റ്റ് വേർഡ്സ് കിട്ടാൻ വേണ്ടി ഞാൻ പറയാം. ഇവിടെ വെട്ടുണ്ട് അല്ലേ. അപ്പോൾ വെറ്ററൻ എന്നാണ്. അപ്പോൾ നമുക്ക് ഈ വെട്ടേറ്റ് കഴിഞ്ഞാൽ നമുക്ക് നോവും എന്നോർക്കാം, നോവിസ്. ഓക്കെ, വെട്ടേറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും, നോവും. അപ്പം നോവിസ് വെറ്ററൻ. കണക്ഷൻ കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും വേർഡ്സ് ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. ആദ്യത്തേത് എന്തായിരുന്നു, അഫ്ലുവൻസ്. അഫ്ലുവൻസിന്റെ ഓപ്പോസിറ്റ് എന്താ, പോവേർട്ടി. എങ്ങനെ നമ്മൾ കണക്ട് ചെയ്തേ, പോവേർട്ടി ഉള്ള ആളുകൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ. അക്വിറ്റ്, കൺവിക്റ്റ്. എന്താ, നമ്മൾ കണ്ണ് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ. സെലിബസി, വെഡ്ലോക്ക്. എങ്ങനെയാണ് ഓർത്തിയത്, സെലിബ്രിറ്റീസിന് മാരേജ് അല്ലെ, വെഡ്ലോക്ക്, മാരേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. എക്സ്ട്രാ വേജൻ, മിസർലി. എന്ത് പറഞ്ഞു, എക്സ്ട്രാ വാങ്ങിക്കുന്ന ആളുകളാണ് അല്ലേ, ദൂർത്തടിക്കുന്നവർ എക്സ്ട്രാ വാങ്ങിക്കും. അപ്പോൾ പിശുക്കന്മാരെന്താ, എന്തെല്ലാം മിസ് ചെയ്തിട്ടാണ് വാങ്ങിക്കുക. അപ്പോൾ എക്സ്ട്രാ വേജൻ്റെ മിസർലി. ഫിക്കിൾ, കോൺസ്റ്റന്റ് ആണ് ഓപ്പോസിറ്റ്. എന്താ, ഫിക്കിൾ എന്ന് പറയുമ്പോൾ പിക്കിൾ ഓർത്തു. പിക്കിള് കോൺസ്റ്റന്റ് ആയിട്ട് കഴിക്കാൻ പാടില്ല. ഹോമേജ്, ഡിഫിയൻസ് ആണ്. ഹോമിൽ ഏജുള്ള ആളുകൾ വരുമ്പോൾ നമ്മൾ ഫിനാൻസ് കൊടുക്കാതിരിക്കരുത്, ഡിഫിയൻസ്. റെക്ലെസ്, കോഷ്യസ്. നമ്മൾ നെക്ലസ് ഒക്കെ കഴുത്തിലിട്ട് കഴിഞ്ഞാൽ കോൺഷ്യസ് ആയിട്ടിരിക്കണം എന്നുള്ള രീതിയിൽ. ദെൻ സ്റ്റാഗ്നൻറ്റ്, മൂവിങ് ആണെന്ന് പറഞ്ഞു. ടെഡിയസ്, റിലാക്സ്ഡ്. ടെഡി ബിയർ ഇല്ലാതെ നമുക്ക് റിലാക്സ് ചെയ്ത് ഉറങ്ങാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ. ബാർബറസ്, സിവിലൈസ്ഡ്. ബാർബർ ഷോപ്പിൽ പോയില്ലെങ്കിൽ സിവിലൈസ്ഡ് ലുക്ക് ഉണ്ടാവത്തില്ല. നോവിസ്, വെറ്ററൻ. വെറ്റേറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്താ, നോവും എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ബോയ്ക്കോട്ട്. ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ, അക്സെപ്റ്റ്. അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അംഗീകരിക്കുകയാണ്. അപ്പോൾ അംഗീകരിക്കാതിരിക്കുന്നതിൻ്റെ എന്താണ്, ഓപ്പോസിറ്റ് ആണ്, ബോയ്ക്കോട്ടിൻ്റെ ഓപ്പോസിറ്റ് ആണ് അക്സെപ്റ്റ് കേട്ടോ. അപ്പോൾ അംഗീകരിക്കുക എന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ബോയ്ക്കോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാം. ബോയ്ക്കോട്ട്, അക്സെപ്റ്റ്. ഓപ്പോസിറ്റ് ആണ്, എങ്ങനെ കണക്ട് ചെയ്യാം, ഇവിടെ ബോയ്ക്കോട്ട് എന്ന് പറയുന്നത് നമുക്ക് ബോയ്ക്കട്ട് എന്ന് എടുക്കാം കേട്ടോ. ഇപ്പം ചില പെൺകുട്ടികളൊക്കെ ബോയ്ക്കട്ട് വെട്ടാറുണ്ട് അല്ലേ, നല്ല ബോയ്സിനെ പോലെ മുടിയൊക്കെ ഹെയർ ഒക്കെ കട്ട് ചെയ്യാറില്ലേ. അങ്ങനെ ബോയ്ക്കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലവർക്കൊന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലേ. പെൺകുട്ടികളെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര നീട്ടമുള്ള, നല്ല ഭംഗിക്ക് മുട്ടുകാലിൻ്റെ അത്രയും മുടിയൊക്കെ ഉള്ള, അങ്ങനെയൊക്കെയാണ് ഇഷ്ടം എന്നുള്ള രീതിക്കൊക്കെ പറയത്തില്ലേ അല്ലേ. ഉപ്പൂറ്റി വരെ മുടിയുള്ളവരെയൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ബോയ്ക്കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ് എന്നുള്ള രീതിയിൽ ഗേൾസൊക്കെ ബോയ്ക്കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യില്ല എന്നോർത്ത് കഴിഞ്ഞാൽ ബോയ്ക്കട്ട് എന്ന് ഞാൻ ജസ്റ്റ് ഓർക്കാൻ പറഞ്ഞതാ. ബോയ്ക്കോട്ടിൻ്റെ ഓപ്പോസിറ്റാണ് അക്സെപ്റ്റ് എന്ന് കിട്ടുമല്ലോ അല്ലേ. ബോയ്ക്കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യില്ല എന്നോർത്താൽ മതി. അടുത്തത് ഗയറ്റി. ഗയറ്റിയുടെ ഓപ്പോസിറ്റ് സോറോ ആണ്. സോറോ എന്താ, വിഷമം അല്ലേ, വിഷമം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഗയറ്റി. അപ്പോൾ ഗയറ്റി, സോറോ നമുക്ക് എങ്ങനെ ഓർക്കാം. ഇപ്പോൾ ഇവിടെ ഗയറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഗേറ്റ് ഓർക്കാം, നമ്മുടെ വീട്ടിലെ ഗേറ്റ്. അപ്പോൾ ഗേറ്റ് ഇല്ല എന്ന് വിചാരിക്കുക, ഗേറ്റ് ഇല്ല, അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. ഓക്കെ, ആ രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്യാം കേട്ടോ. ഗേറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമം. ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ ക്രോസ് ചെയ്യും. അപ്പോൾ ആന്റോണിം ആണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഗേറ്റ് ഇല്ല, അപ്പോൾ നമുക്ക് സോറോ ആണ് എന്നുള്ള രീതിയിൽ ഓർത്താം. അടുത്തത് ഇഡിയോസി. ഇഡിയോസിയുടെ ഓപ്പോസിറ്റ് സഗാസിറ്റി ആണ്. സഗാസിറ്റി കേട്ടോ. അപ്പോൾ ഇഡിയോസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിശൂന്യം എന്നുള്ളതാണ്. സഗാസിറ്റി എന്താണ്, ഭയങ്കര വിവേകമുള്ള അല്ലെങ്കിൽ ബുദ്ധികൂർമ്മതയുള്ള എന്നൊക്കെ ഉള്ള മീനിങ് ആണ് സഗാസിറ്റി. അപ്പോൾ ഇഡിയോസിയും സഗാസിറ്റിയും നമുക്ക് എങ്ങനെ ഓർക്കാം. ഇപ്പോൾ ഒരു ഇഡിയോസി എന്ന് പറയുമ്പോൾ ഇഡിയറ്റുമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യാം. അപ്പോൾ ഒരു ഇഡിയറ്റ് നമ്മുടെ സിറ്റിയിൽ ഉണ്ടാവുന്നത് നമുക്ക് ഇഷ്ടമാണോ, അല്ല എന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. ഇഡിയറ്റ് ഒരു സിറ്റിയിൽ ഉണ്ടാവുന്നത് നല്ലതല്ല എന്ന് ജസ്റ്റ് ഓർക്കാം കേട്ടോ. ഒരു ഇഡിയറ്റ് സിറ്റിയിലുള്ളത് നല്ലതല്ല. അപ്പോൾ ഇഡിയോസി, സഗാസിറ്റി. ഓക്കെ, അടുത്തത് സെനിത്ത്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ, നാഡിർ ആണ് കേട്ടോ. അപ്പോൾ സെനിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരിയറിൻ്റെ നല്ലൊരു ഉയർച്ച ഉള്ള സമയമുണ്ടല്ലോ, ഒരു പീക്ക് പോയിന്റ്, അതിനെയാണ് നമ്മൾ സെനിത്ത് എന്ന് പറയുക കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റാണ് നാഡിർ എന്ന് പറയുന്നത്, ഭയങ്കര താഴ്ചയിലുള്ള ഒരു സമയം. അപ്പോൾ സെനിത്ത് ഓപ്പോസിറ്റ് നാദിർ. ഇത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട്, വേറെ കോഡൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇവിടെ സെനിത്ത് എന്ന് പറയുമ്പോൾ നമുക്കൊരു സീനത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നായിക,
നദിർ എന്ന് പറയുമ്പോൾ നമുക്ക് നാദിർ ഷാ എന്ന് പറയുന്നൊരു നായകൻ, ഓക്കെ, ഹീറോ നമുക്കറിയാലോ ഫിലിമിൽ അല്ലേ. അപ്പോൾ അവർ രണ്ടുപേരും ജസ്റ്റ് ഓർക്കാം. അപ്പോൾ അവർ ഓപ്പോസിറ്റ് എന്താണ്, മെയിൽ ആൻഡ് ഫീമെയിൽ ആണല്ലോ. അപ്പോൾ ആ രീതിയിൽ ഓപ്പോസിറ്റ് ഓർക്കാം. സെനിത്ത് ഓപ്പോസിറ്റ് എന്താ, നാദിറാണ്. ഓക്കെ, അടുത്തത് ക്വിസെൻറ്റ്. ക്വിസെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആക്റ്റീവ് ആണ് കേട്ടോ. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്, ക്വിസെൻറ്റ്. ഭയങ്കര ക്വയറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ക്വിസെൻറ്റ്. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്വയറ്റ്, ക്വിസെൻറ്റ് അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അല്ലേ. QU അല്ലേ, T ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ക്വയറ്റ് എന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് തന്നെ കണക്ട് ചെയ്യാം. അപ്പോൾ ക്വയറ്റ് ആയിട്ടിരിക്കുകയാണ് ക്വിസെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ, ആക്റ്റീവ് ആയിട്ടിരിക്കുക. അടുത്തത് ഫ്രാഗ്രൻസ്. ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നല്ലൊരു സ്മെല്ല് അല്ലേ, സുഗന്ധം എന്നുള്ളതാണ് ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സ്റ്റെഞ്ച്, അതുപോലെ സ്റ്റിങ്. സ്റ്റിങ്. അപ്പോൾ ഇത് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്രാഗ്രൻസ്, സുഗന്ധം എവിടെ ഉണ്ടാവില്ല എന്ന് ഓർക്കാം. ഇവിടെ സ്റ്റിങ് എന്ന് പറയുമ്പോൾ നമുക്ക് സിങ്ക് ഓർക്കാം. സിങ്കിനകത്ത് ഈ ഫ്രാഗ്രൻസ് ഉണ്ടാവും, നല്ല സുഗന്ധം ഉണ്ടാവും, ഇല്ല എന്നുള്ള രീതിയിൽ. സിങ്കിനകത്ത് ഫ്രാഗ്രൻസ് ഉണ്ടാവത്തില്ല എന്നുള്ള രീതിയിൽ ഫ്രാഗ്രൻസ്, സ്റ്റിങ് നമുക്ക് ഓർക്കാം. അതുപോലെ സ്റ്റെഞ്ച്. ഇപ്പോൾ സിങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ബെഞ്ചൊക്കെ ഓർക്കാം. ബെഞ്ചിലൊന്നും അതുപോലെ സിങ്കിലൊന്നും എന്തുണ്ടാവില്ല, ഫ്രാഗ്രൻസ് ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് ഈഗോയിസം. ഈഗോയിസം എന്ന് പറഞ്ഞാൽ എന്താ, സ്വന്തം കാര്യം മാത്രം നോക്കുന്ന അല്ലേ, സ്വന്തം കാര്യത്തിൽ താല്പര്യമുള്ള ഒരാൾ. ഈഗോയിസം എന്ന് പറയുന്നതാണ് ഈഗോയിസം എന്ന് പറയുന്നത് അല്ലേ, സ്വന്തം കാര്യം നോക്കുന്ന ആൾ. ആൾട്രൂയിസം എന്ന് പറയുമ്പോൾ ഭയങ്കര പരോപകാരിയാണ്, എല്ലാവരോടും ഭയങ്കര ഇഷ്ടമുള്ള അല്ലെ, എല്ലാവരും പരോപകാരം ചെയ്യുന്ന ആളെയാണ് ആൾട്രൂയിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈഗോയിസം, ആൾട്രൂയിസം എങ്ങനെ നമുക്ക് ഓപ്പോസിറ്റ് ആണെന്ന് എങ്ങനെ ഓർക്കാം. ഈഗോയിസം ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ്. ആൾട്രൂയിസം എന്ന് പറയുമ്പോൾ ആൾ എല്ലാവരോടും സ്നേഹമുള്ള ആളാണ്. അതുപോലെ ട്രൂ എന്ന് പറയുന്നുണ്ട് അല്ലേ, അപ്പോൾ എല്ലാവരോടും സത്യം മാത്രം പറയുന്ന, എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്യുന്ന ആ ഒരു രീതിയിൽ എടുക്കാം. ആൾട്രൂയിസം, എല്ലാവരോടും നല്ലത് ചെയ്യുന്ന, എല്ലാവരോടും ശരി മാത്രം ചെയ്യുന്ന ആൾട്രൂയിസം. ഈഗോയിസം പിന്നെ നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, അടുത്തത് ഒബ്സ്ക്യൂർ എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഫേമസ് ആണ്. ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അൺനോൺ എന്നുള്ളൊരു മീനിങ് ആണ്, ആരും അറിയപ്പെടാത്ത അങ്ങനെ ഒരു മീനിങ് ആണ് ഒബ്സ്ക്യൂർ. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഫേമസ് എന്ന് പറയുന്നത്. ഫേമസ് എന്താ, എല്ലാവരാലും അറിയപ്പെടുന്ന എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഒബ്സ്ക്യൂർ എന്നുള്ളത്. അപ്പോൾ ഈ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ ഈ സെക്യൂരിറ്റി ആയിട്ട് കുറേ ആളുകളൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ സ്ക്യൂർ എന്നുള്ളത് സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒബ്സ്ക്യൂർ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് ഫേമസ് ആയിട്ടുള്ള ആളുകളെയൊക്കെ ഒരുപാട് പേര് ഒബ്സർവ് ചെയ്യും എന്നുള്ള രീതിയിലും ജസ്റ്റ് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് അവിടെ കണക്ഷൻ പറ്റുന്നത് അതുപോലെ കണക്ട് ചെയ്യാം. അപ്പോൾ ഒബ്സ്ക്യൂറിൻ്റെ ഓപ്പോസിറ്റ് എന്താ, ഫേമസ്. അപ്പോൾ ഫേമസ് അല്ലാത്ത ആളുകളെ ആരും ഒബ്സർവ് ചെയ്യില്ല എന്ന് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇല്ല, ഓപ്പോസിറ്റ് ആണെന്നുള്ളത് കിട്ടും കേട്ടോ. അപ്പോൾ ഫേമസ് അല്ലാത്ത ആളുകളെ ആരും ഒബ്സർവ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ ഓർത്താലും മതി. അപ്പോൾ ഒബ്സ്ക്യൂർ, ഫേമസ് കിട്ടും. അടുത്തത് ഒബ്ലിറ്ററേറ്റിൻ്റെ ഓപ്പോസിറ്റ് ഫോർജ് ആണ് കേട്ടോ. ഒബ്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ഫോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രൂപം കൊള്ളുക എന്നുള്ളൊരു മീനിങ് ആണ്, രൂപം കൊള്ളുക. അപ്പോൾ ഒബ്ലിറ്ററേറ്റിൻ്റെ ഓപ്പോസിറ്റ് ഫോർജ് ആണ്. എങ്ങനെ നമുക്ക് ഓർക്കാൻ വേണ്ടി പറ്റും, ഇവിടെ ലിറ്ററേറ്റ് എന്നുണ്ട് അല്ലേ. അപ്പോൾ ലിറ്ററേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എഴുത്തും വായനയൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഈ എഴുത്തും വായനയൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം എഴുതണം, 4 times എഴുതണം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കുക കേട്ടോ. ഒബ്ലിറ്ററേറ്റ് ആണ്. അപ്പോൾ നമ്മൾ എഴുതുന്നത് എത്ര തവണ എഴുതണം, 4 times എഴുതണം എന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. ബോയ്ക്കോട്ട് എന്താ, ഓപ്പോസിറ്റ് അക്സെപ്റ്റ് ആണ്. നമ്മൾ എന്ത് പറഞ്ഞു, ബോയ്ക്കോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആരും അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തു. ഗൈറ്റി ഓപ്പോസിറ്റ് സോറോ ആണ്. ഗൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ ഭയങ്കര സോറോ ആണ്, നമുക്ക് വിഷമാണ് എന്നുള്ള രീതിയിൽ ഓർക്കാം. അടുത്തത് ഇഡിയോസിയുടെ ഓപ്പോസിറ്റ് എന്താ, സഗാസിറ്റി. നമ്മൾ പറഞ്ഞു ഒരു ഇഡിയറ്റ് ഒരു സിറ്റിയിലുള്ളത് നല്ലതല്ല. സെനിത്ത്, നാദിർ. നമ്മൾ പറഞ്ഞ സീനത്തും നാദിർഷീനെ ഓർക്കാൻ പറഞ്ഞല്ലേ. നെക്സ്റ്റ് ക്വിസെൻറ്റ് ആക്റ്റീവ്. അപ്പോൾ ഇവിടെ ക്വിസെൻറ്റ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് ക്വയറ്റ്, ആക്റ്റീവ് കിട്ടിക്കോളും. ഫ്രാഗ്രൻസിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റിങ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബെഞ്ചിലും അല്ലെ സിങ്കിലും ഒന്നും ഫ്രാഗ്രൻസ് ഉണ്ടാവത്തില്ല എന്ന് ഓർക്കാൻ പറഞ്ഞു. നെക്സ്റ്റ് ഈഗോയിസം, ആൾട്രൂയിസം. അപ്പോൾ ആൾട്രൂയിസം എല്ലാവരോടും ട്രൂ അല്ലേ, ശരി മാത്രം ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ പരോപകാരി, അതാണ് ആൾട്രൂയിസം. മറ്റേത് സ്വന്തം കാര്യം നോക്കുന്ന ആൾ, ഈഗോ പിടിച്ച ആൾ അല്ലേ. ഇപ്പോൾ ഈഗോയിസം നമുക്കറിയാം. അടുത്തത് ഒബ്സ്ക്യൂർ, ഫേമസ് ആണ് ഓപ്പോസിറ്റ്. എങ്ങനെയാ പറഞ്ഞേ, ഫേമസ് അല്ലാത്തവരെ ആരും ഒബ്സർവ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ ഓർക്കുക. ഒബ്ലിറ്ററേറ്റ്, ഫോർജ് അല്ലേ. ലിറ്ററേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എഴുത്തുമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യാം. നമ്മൾ എത്ര തവണ എഴുതണം, നന്നായി പഠിക്കണമെങ്കിൽ 4 times എഴുതണം എന്നുള്ള രീതിയിൽ ഫോർജ് ഓർത്തിരിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് 20 ആൻറ്റണിംസ് ആണ്
കോഡ് ഉപയോഗിച്ചിട്ട് പഠിച്ചത്. അപ്പോൾ ഈ ചെറിയ ചെറിയ കണക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനൊരു ചോദ്യം കൂടെ തരാൻ പോവാണ്. നമ്മൾ ഇത്രയും കോഡ് ഉപയോഗിച്ച് പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചോദ്യം എടുത്ത് തരാം. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് നോക്കാതെ ഈ കോഡ് ഉപയോഗിച്ച് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കുവാണ്, ബാർബറസ് എന്ന് പറയുന്നതിൻ്റെ ആൻറ്റണിം എന്താണ്? നമ്മുടെ കോഡ് ഉപയോഗിച്ച് മൈൻഡിലോട്ട് പെട്ടെന്ന് ആൻസർ വരുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് പറയുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്